നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. 16ാം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സത്യപ്രതിജ്ഞ ചെയ്ത മാത്യു കുഴൽനാടൻ. തുടർച്ചയായ രണ്ടാം തവണയാണ് മൂവാറ്റുപുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ദൈവനാമത്തിൽ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ 16ാമത് ജനപ്രതിനിധിയായി മാത്യു കുഴൽനാടൻ നിയമസഭയിലേക്ക്. കൂടുതൽ വികസനങ്ങൾ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ മാത്യു കുഴൽനാടൻ. KSRTC ബസ് ഡ്രൈവറെ മർദ്ദിച്ചു. 2 പേരെ റിമാൻഡ് ചെയ്തു. ചങ്ങനാശ്ശേരി ചമ്പംകുളം സെബാസ്റ്റ്യൻ ജോർജ്, മൂവാറ്റുപുഴ കോനാത്ത് മുഹമ്മദ് സുബൈർ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ 19-നാണ് കേസിനാസ്പദമായ സംഭവം. അഭിനയ കുലപതിക്ക് ജന്മദിനം ആഘോഷമാക്കി മൂവാറ്റുപുഴയിലെ ആരാധകർ. മധുരം പങ്കുവച്ചും ദൃശ്യം 3 വരവേറ്റുമാണ് മൂവാറ്റുപുഴയിലെ ആരാധകർ ആഘോഷമാക്കിയത്. ചിത്രത്തിന് മൂവാറ്റുപുഴയിൽ മികച്ച പ്രതികരണം. തൃക്കളത്തൂരിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ തള്ളിയ നിലയിൽ. കാവുംപടി ഓഡിറ്റോറിയം മുതൽ ത്രിവേണി വരെയുള്ള പെരിയാർവാരി കനാലിലും കനാൽ ബണ്ടിന്റെ വശങ്ങളിലുമാണ് മരുന്നുകൾ ഉപേക്ഷിച്ചത്. കർശന നിയമ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. കേരള നിയമസഭയിലേക്ക് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മാത്യു കുഴൽനാടൻ സത്യപ്രതിജ്ഞ ചെയ്തു. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ട മാത്യു കുഴൽനാടൻ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. 16ാം കേരള നിയമസഭയിലേക്ക് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മാത്യു കുഴൽനാടൻ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുത്തു. പ്രോടൈം സ്പീക്കറായ G. സുധാകരൻ പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ട മാത്യു കുഴൽനാടൻ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. ദൈവനാമത്തിലാണ് മാത്യു കുഴൽനാടൻ സത്യപ്രതിജ്ഞ ചെയ്തത്. I, Dr. Matthew Kuralnadan, having been elected a member of the Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by the law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. Thank you. മൂവാറ്റുപുഴയുടെ ചരിത്രത്തിൽ ആദ്യമായി 40,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിയാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി രണ്ടാം തവണയും മാത്യു കുഴൽനാടൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ 16ാമത് ജനപ്രതിനിധിയായി മാത്യു കുഴൽനാടൻ നിയമസഭയിലേക്ക്. ഭരണപക്ഷ MLA എന്ന നിലയിൽ കൂടുതൽ വികസനങ്ങൾ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ മാത്യു കുഴൽനാടൻ. മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ 16ാമത് ജനപ്രതിനിധിയായി മാത്യു കുഴൽനാടൻ നിയമസഭയിലേക്ക്. മൂവാറ്റുപുഴയിൽ നിന്നും ചരിത്ര വിജയം നേടിയാണ് മാത്യു കുഴൽനാടൻ തുടർച്ചയായി രണ്ടാമതും നിയമസഭയിലെത്തുന്നത്. 89,914 വോട്ടുകൾ നേടി 42,829 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് മാത്യു കുഴൽനാടനെ മൂവാറ്റുപുഴയിലെ ജനങ്ങൾ വിജയിപ്പിച്ചത്. 2021 കന്യംഗത്തിനിറങ്ങിയപ്പോൾ LDFന്റെ എൽദോ എബ്രഹാമിനെ 6000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മാത്യു കുഴൽനാടൻ നിയമസഭയിലെത്തിയതെങ്കിൽ ഇക്കുറി LDFന്റെ തന്നെ N. അരുണിനെ 40,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മാത്യു കുഴൽനാടൻ വിജയക്കൊടി പാർച്ചത്. കഴിഞ്ഞ നിയമസഭാ കാലയളവിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും നിയമ പോരാട്ടങ്ങളിലും ശക്തമായ ഇടപെടലുകൾ നടത്തി ശ്രദ്ധേയനായ മാത്യു കുഴൽനാടൻ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായിരുന്നു. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വികസന മുരടിപ്പും രാഷ്ട്രീയ പോരാട്ടങ്ങളും ഉൾപ്പെടെ നിരവധി സംഭവ വികാസങ്ങൾ അരങ്ങേറിയ 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മാത്യു കുഴൽനാടൻ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടത് ശ്രദ്ധേയമായിരുന്നു. എന്നാൽ മൂവാറ്റുപുഴയ്ക്ക് മന്ത്രിസ്ഥാനമെന്ന സ്വപ്നം ഇക്കുറിയും സാധ്യമായില്ലെന്നതും ചർച്ചാ വിഷയമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ ശക്തമായ പോരാട്ടം നടത്തിയ മാത്യു കുഴൽനാടൻ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നിട്ടും മന്ത്രിസ്ഥാനം നൽകാത്തതിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിലെ UDF പാർട്ടിക്കുള്ളിൽ തന്നെ അതിർത്തി രൂപപ്പെട്ടിരുന്നു. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഉറപ്പു നൽകിയിട്ടും മന്ത്രിസ്ഥാനത്ത് നിന്നും മാത്യു കുഴൽനാടനെ തടഞ്ഞതിലുള്ള അതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തി നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് മൂവാറ്റുപുഴയുടെ 16ാമത് MLA ആയി മാത്യു കുഴൽനാടൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റത്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസനത്തിനും മുന്നേറ്റത്തിനുമായി പരിശ്രമിക്കുമെന്നാണ് മാത്യു കുഴൽനാടൻ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. ഭരണപക്ഷ MLA എന്ന നിലയിൽ കൂടുതൽ വികസനങ്ങൾ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് മാത്യു കുഴൽനാടൻ MLA. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. KSRTC ബസ് ഡ്രൈവറെ കല്ലുകൊണ്ടിടിക്കുകയും കണ്ടക്ടറെ അസഭ്യം പറയുകയും ചെയ്ത കേസിൽ 2 പേർ റിമാൻഡിൽ. ചങ്ങനാശ്ശേരി സ്വദേശി സെബാസ്റ്റ്യൻ ജോർജ്, മൂവാറ്റുപുഴ സ്വദേശി മുഹമ്മദ് സുബൈർ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. KSRTC ബസ് ഡ്രൈവറെ കല്ലുകൊണ്ടിടിക്കുകയും കണ്ടക്ടറെ അസഭ്യം പറയുകയും ചെയ്ത കേസിൽ 2 പേരെ മൂവാറ്റുപുഴ കോടതി റിമാൻഡ് ചെയ്തു. ചങ്ങനാശ്ശേരി ചമ്പക്കുളം സെബാസ്റ്റ്യൻ ജോർജ്, മൂവാറ്റുപുഴ കോനാത്ത് മുഹമ്മദ് സുബൈർ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്.
കോയമ്പത്തൂർ കൊട്ടാരക്കര സൂപ്പർഫാസ്റ്റ് ബസ്സിലെ ഡ്രൈവർ, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി എ സനു, കണ്ടക്ടർ വി എസ് അരുൺ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പെരുമ്പാവൂർ തൃക്കളത്തൂർ മുതൽ ബസ്സിന് തടസ്സം സൃഷ്ടിച്ച പ്രതികൾ MC റോഡിലൂടെ കാർ ഓടിച്ച് ജീവനക്കാരെ അസഭ്യം വിളിച്ചു. ബസ് മൂവാറ്റുപുഴ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഡ്രൈവർ സനുവിന്റെ വലതുകാൽമുട്ടിൽ കല്ലുകൊണ്ട് ഇടിക്കുകയായിരുന്നു. തടയാൻ ശ്രമിച്ച കണ്ടക്ടർ അരുണിനെ അസഭ്യം വിളിച്ച പ്രതികൾ ഡ്രൈവറുടെ ഫോൺ നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. പോലീസ് എത്തിയതോടെ കടന്നുകളഞ്ഞ പ്രതികളെ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കസ്റ്റഡിയിലെടുത്തത്. കൊട്ടാരക്കര ഡിപ്പോയിലെ ബസ് രാത്രി 10-നാണ് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ടത്. അഭിനയ കുലപതി മോഹൻലാലിന്റെ 66ാം ജന്മദിനം ആഘോഷമാക്കി മൂവാറ്റുപുഴയിലെ ആരാധകർ. മലയാളി മനസ്സുകളിൽ അനുഭൂതികളുടെ വസന്തം തീർക്കുന്ന പ്രിയ ലാലേട്ടന്റെ ജന്മദിനം മധുരം പങ്കുവച്ചാണ് മൂവാറ്റുപുഴയിലെ ആരാധകർ ആഘോഷമാക്കിയത്. ഭാവപകർച്ചകളുടെ വിസ്മയ ഗോപുരം മോഹൻലാലിന്റെ 66ാം ജന്മദിനം ആഘോഷമാക്കി മൂവാറ്റുപുഴയിലെ ആരാധകർ. വില്ലൻ കഥാപാത്രത്തിൽ തുടങ്ങി നായകന്റെ സിംഹാസനമേറെ ഒടുവിൽ അഭിനയത്തിന്റെ കുലപതിയായി മാറിയ മലയാളികളുടെ സ്വന്തം ലാലേട്ടന്റെ ജന്മദിനാഘോഷം മധുരം പങ്കുവച്ചാണ് മൂവാറ്റുപുഴയിലെ ആരാധകർ ആഘോഷമാക്കിയത്. മൂവാറ്റുപുഴ ഐസക് മരിയ തിയേറ്ററിൽ ഒരുക്കിയ ജന്മദിനാഘോഷം മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. മലയാള സിനിമയുടെ ഒരു പ്രതിഭാസം തന്നെയായിട്ടുള്ള ലാലേട്ടന്റെ ജന്മദിനം അതിനെ ഏറ്റവും മനോഹരമാക്കുന്നത് എന്ന് പറയുന്നത് ദൃശ്യം എന്ന് പറയുന്ന എത്രയോ വർഷങ്ങളായി മലയാളികളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ദൃശ്യം 3ന്റെ റിലീസ് ദിനവും ലാലേട്ടന്റെ ജന്മദിനവും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ട ഈ ഒരു ദിനത്തിൽ ലാലേട്ടന് എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. തുടർന്ന് മൂവാറ്റുപുഴ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പ്രിയ താരത്തിന്റെ ദൃശ്യങ്ങൾ കോർത്തിണക്കി തയ്യാറാക്കിയ മാഷപ്പ് പ്രദർശിപ്പിച്ചു. മലയാളി മനസ്സുകളിൽ അനുഭൂതികളുടെ വസന്തം തീർത്ത് അതിവൈകാരികതയെയും നാടകീയതയെയും കൈപ്പാടകലെ നിർത്തിയുള്ള സ്വാഭാവികാഭിനയം പ്രേക്ഷകരെന്നും നെഞ്ചേറ്റുന്നു. മീശ പിരിച്ചും മുണ്ടുമടക്കിക്കുത്തിയും ആ നടൻ മലയാളിക്ക് പൗരുഷത്തിന്റെ പുതിയൊരു മുഖമാണ് സമ്മാനിച്ചത്. അഭിനയം എന്നത് വേഷപ്പകർച്ചകളല്ല, മറിച്ച് ആത്മാവിന്റെ ആവിഷ്കാരമാണെന്ന് തെളിയിച്ച മഹാപ്രതിഭയ്ക്ക് മുന്നിൽ കാലം ഇനിയും വിസ്മയത്തോടെ കാത്തുനിൽക്കും. മൂവാറ്റുപുഴയിൽ ഒരുക്കിയ പ്രിയ താരത്തിന്റെ ജന്മദിനാഘോഷത്തിന് മൂവാറ്റുപുഴ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അമൽ ബാബു, സെക്രട്ടറി സജോ സണ്ണി, ഭാരവാഹികളായ കിരൺ, അഖിൽ, അനന്തു, നഗരസഭാ കൌൺസിലർമാരായ ജിനു ആന്റണി, ഷിത റാണി തോമസ്, ചലച്ചിത്ര താരം നിതിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലാലേട്ടന്റെ ജന്മദിനത്തിൽ റിലീസായ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം 3യെ മൂവാറ്റുപുഴയിലെ പ്രേക്ഷകർ നെഞ്ചേറ്റി. നാസിക് ഡോളിന്റെ അകമ്പടിയോടെയാണ് മൂവാറ്റുപുഴയിലെ ആരാധകർ ചിത്രത്തെ വരവേറ്റത്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് മൂവാറ്റുപുഴയിൽ ലഭിച്ചത്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. തൃക്കളത്തൂരിൽ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ മരുന്നുകൾ തള്ളിയ നിലയിൽ. തൃക്കളത്തൂർ കാവുമ്പടി ഓഡിറ്റോറിയം മുതൽ ത്രിവേണി വരെയുള്ള പെരിയാർവാരി കനാലിലും കനാൽ ബണ്ടിന്റെ വശങ്ങളിലുമാണ് പല ഭാഗങ്ങളിലായി കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ഉപേക്ഷിച്ചത്. തൃക്കളത്തൂരിൽ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നുള്ള ചെറിയ കുപ്പികളിലാക്കിയ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ തള്ളിയ നിലയിൽ. തൃക്കളത്തൂർ കാവുമ്പടി ഓഡിറ്റോറിയം മുതൽ ത്രിവേണി വരെയുള്ള പെരിയാർവാലി കനാലിലും കനാൽ ബണ്ടിന്റെ വശങ്ങളിലുമാണ് പല ഭാഗങ്ങളിലായി കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ഉപേക്ഷിച്ചത്. കുപ്പികൾ തുറന്ന നിലയിലും പൊട്ടിയ നിലയിലുമാണ്. കഴിഞ്ഞ രാത്രിയിലാണ് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ മരുന്ന് അവശിഷ്ടം തള്ളിയിരിക്കുന്നത്. ജനപ്രതിനിധികളുടെയും പ്രദേശവാസികളുടെയും പ്രതിഷേധം ശക്തമായതോടെ പോലീസ് ഇടപെട്ട് മരുന്നുകൾ തള്ളിയവരെ കൊണ്ടുതന്നെ മാലിന്യം നീക്കം ചെയ്യിപ്പിച്ചു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പ്രദേശത്തെ CCTV പരിശോധിച്ച് മാലിന്യം തള്ളിയവരെയും അതിനായി ഉപയോഗിച്ച വാഹനവും കണ്ടെത്തുകയായിരുന്നു. കനാലിലെ വെള്ളത്തിലേക്കും സമീപത്തെ കൃഷിയിടങ്ങളിലേക്കും മാരകമായ രാസവസ്തുക്കൾ ഉൾപ്പെടെ കലരാൻ ഇത് കാരണമാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. മഴക്കാലം ആരംഭിക്കാനിരിക്കെ ജലാശയങ്ങൾക്ക് സമീപം ഇത്തരത്തിൽ മെഡിക്കൽ മാലിന്യങ്ങൾ തള്ളിയവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തിരക്കേറിയ പെരിങ്ങഴ വള്ളിക്കട റോഡ് വീതി കൂട്ടി ടാർ ചെയ്യണമെന്ന ആവശ്യം ശക്തം. സ്വകാര്യ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിൽ വീതി കുറവ് മൂലം അപകട ഭീഷണി നേരിടുകയാണ്. സ്കൂൾ തുറക്കുന്നതോടെ റോഡിൽ തിരക്കും വർദ്ധിക്കും. വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ, അഗതി മന്ദിരം എന്നിവിടങ്ങളിലേക്കെല്ലാം ആളുകൾ പോകുന്നത് ഈ റോഡിലൂടെയാണ്. 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഈ റോഡിൽ 45 വർഷമായി ബസ് സർവീസ് നടത്തുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്നും പെരിങ്ങഴക്കവല വരെ വീതി കൂട്ടി BMBC നിലവാരത്തിൽ റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. പെരിങ്ങഴക്കവല മുതൽ വള്ളിക്കട വരെയുള്ള ബസ് റൂട്ടിൽ ടാർ ചെയ്യുന്നതൊഴിച്ചാൽ യാതൊരു നവീകരണ പ്രവർത്തനങ്ങളും നടക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി.
വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. കാലാമ്പൂർ അഞ്ചപ്പെട്ടി കുടിയിരിക്കൽ ഭവാനിയമ്മ നിര്യാതയായി. സംസ്കാരം വ്യാഴാഴ്ച 2-ന് വീട്ടുവളപ്പിൽ. സഹോദരങ്ങൾ ജാനകിയമ്മ, നന്ദിനിയമ്മ, മീനാക്ഷിയമ്മ, കമലാക്ഷിയമ്മ, സരോജിനിയമ്മ. തോട്ടക്കര പുരയ്ക്കൽ PJ ചാക്കോ നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 2:30-ന് തോട്ടക്കര സെന്റ് ജോർജ് പള്ളിയിൽ. ഭാര്യ പരേതയായ റോസമ്മ, കരിങ്കുന്നം പീടികപ്പാറ കുടുംബാംഗം. മക്കൾ ജോണി, ഐസക്ക്, ജോസഫ്, വത്സ, ആലീസ്. മരുമക്കൾ ജൂഡി, വത്സമ്മ, സിസിലി, ജോർജ്, ബാബു. മൂവാറ്റുപുഴ ഇലാഹിയ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഉറവക്കുഴി പടിഞ്ഞാറേച്ചാലിൽ PM അസീസ് നിര്യാതനായി. ഖബറടക്കം വ്യാഴാഴ്ച 4:30-ന് മൂവാറ്റുപുഴ സെൻട്രൽ ജുമാ മസ്ജിദിൽ. പരേതൻ നഗരത്തിലെ ആദ്യകാല അരി വ്യാപാരിയായിരുന്നു. ദീർഘകാലം മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയായും മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മേള അംഗവുമാണ്. ഭാര്യ ഷാദിയ, മക്കൾ നസ്നി, നജിയ. മരുമക്കൾ ഫിറോസ്, സാജിദ്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.